ഹലോ ഗൈസ്, ഞങ്ങൾ രാത്രി സ്വെറ്ററൊക്കെ ഇട്ടത് ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ് ഗൈസ്. ഇപ്പം സമയം 4:45. ബായ് വെച്ചിട്ട് പറയാം. കുടി അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹൊസൂർക്കാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹൊസൂർ എത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 4:45 ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതാ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ. നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയിട്ട്. ഫൈനലി ഇത് ഇപ്പോഴാണ് കേട്ടോ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ഇതേ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാ ചിക്പേട്ടാണ് കേട്ടോ. ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇരുന്നോടെ തന്നെ കടകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് നമ്മളൊരു ഏകദേശം SM സ്ട്രീറ്റിനൊരു ഫീലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, ഓരോരുത്തരും ഓരോ വഴിക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. രണ്ട് പേര് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പർച്ചേസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ ചിക്പേട്ടിലാണുള്ളത്. അപ്പോൾ അതേ രാവിലെ തന്നെ കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. ചുമ്മാ കണ്ടെയ്നർ വിളിക്കേണ്ടി വരും മിക്കവാറും. എല്ലാം അധികവും സ്റ്റാർട്ടിംഗ് എല്ലാം 150 ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഷോപ്പിംഗ് തുടങ്ങാൻ പോകുന്നതാണ്. ഞങ്ങളുടെ കൂടെ വന്ന 4 പേരെ കാണാനില്ല ഗൈസ്. അതാണ് നിങ്ങൾ എന്തായാലും ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല വിലക്കുറവാണ് കേട്ടോ. പിന്നെ ദേ ഈ കാണുന്ന എല്ലാ ചെരുപ്പുകൾക്കും 100 രൂപയേ വരുന്നുള്ളൂ. ഒരുപാട് മോഡലുണ്ട് കേട്ടോ. ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രിസ്മസ് സീസണിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്മസ് ട്രീയിൽ വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഈ കാണുന്ന ക്ലിപ്പ് ഐറ്റംസിനൊക്കെ 30 രൂപയുള്ളേ. പിന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ ഒരു മേക്കപ്പിൻ്റെ സെക്ഷൻ. ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം എല്ലാത്തിനും 50 റുപ്പീസ് 150 അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഈ ലിപ്സ്റ്റിക്കും ലിപ് ബാമും വാങ്ങാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ലിപ് ലൈനറും വാങ്ങിച്ചു. പിന്നെ കാജലിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അതിൽ ലാക്മി എന്നൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ 150 200 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് അവിടെ ഉള്ളൊരു ഫാൻസി ഷോപ്പായിരുന്നു. ഇതിനകത്തും നമ്മൾ കമ്മൽ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏതെടുത്താലും 50 റുപ്പീസൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു ഷോപ്പ് വെർത്താണ് കേട്ടോ, കാരണം കമ്മലൊക്കെ നമുക്ക് അത്രയും റേറ്റ് കുറവിൽ കിട്ടുന്നത്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ മേക്കപ്പ് ഷോപ്പുകളാണ് കേട്ടോ. ഇതെല്ലാം ബ്രാൻഡുകളുടെ പേരാണ്, പക്ഷെ അത് ഒറിജിനൽ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത്രയും തിരക്കായി കേട്ടോ. അതിനിടയിൽ കൂടെ വണ്ടികളും പോകുന്നുണ്ടായിരുന്നു. നല്ല തിരക്കാണ് കേട്ടോ ചിക്പേട്ടിൽ. പിന്നെ അതിൻ്റെ തന്നെ തൊട്ട് ബാക്കിലാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെയും ഷോപ്പ് വരുന്നത്. അങ്ങനെ നമ്മളിതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ മെട്രോയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു അനുഭവം ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുപോലെ തിരക്കായിരുന്നു, നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ആ മെട്രോയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും മലയാളികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.